ഡോക്ടർ വില്യം ഡേവിസ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗട്ട് ഹെൽത്തി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഗട്ടിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ഓക്കെ ആകും. അപ്പം നമ്മളെ ഗട്ട് ഫ്ലോറ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ഗട്ടിലെ നല്ല മൈക്രോബ്സിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ. ഒന്നാമത്തേത് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ആഹാരങ്ങൾ കഴിക്കുക. പ്രോബയോട്ടിക് മീൻസ് നല്ല ബാക്ടീരിയാസ് കൊടുക്കുന്നത്, എസ്പെഷ്യലി തൈര്, മോര്, പഴങ്കഞ്ഞി, അച്ചാറ്, ഇതൊക്കെ നല്ലപോലെ കഴിക്കുക. നിങ്ങൾക്ക് യോഗേർട്ടൊക്കെ ആണെങ്കിൽ സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അത് പ്രോട്ടീനഷ്യസ് ആണ്, അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്, അതേപോലെ തന്നെ നല്ല ബാക്ടീരിയാസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു എംപ്റ്റി സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സാലഡ്സ് കഴിക്കാവുന്നതാണ്. രണ്ടാമത്തേത് പ്രീബയോട്ടിക്സ്, അതായത് ഈ നല്ല ബാക്ടീരിയാസ് വളരണമെങ്കിൽ പ്രീബയോട്ടിക്സ് അത്യാവശ്യമാണ്. അതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം, ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ഓട്സ്. ഇതിലൊക്കെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ മോഷൻ കറക്റ്റ് ആക്കുന്നതാണ്. ആ ഒരു ഗട്ട് ഫ്ലോറ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് മലബന്ധം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വെറും വയറ്റിൽ നിങ്ങൾക്ക് അത്തിപ്പഴം ചേർത്തിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ബ്ലോട്ടിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയമോദകമായിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്.